ഹലോ ഗായ്സ്, വെൽക്കം ടു വിആർ കപ്പിൾ. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ ദിബ്ബലസനിൽ ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. ജസീർ അൽ ഹിസൻ എന്നാണ് അവരുടെ ടീമിൻ്റെ പേര്. ഞാനും അതിൽ കളിച്ചിരുന്നു മുന്നൊക്കെ. പിന്നെ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഫാനല്ല ഞാൻ, പക്ഷെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. എല്ലാവരും നമ്മളെ പരിചയമുള്ളവരാണ്, അതിൽ പാകിസ്ഥാനികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ നേരെ അവിടെ മുന്നിൽ കാണാണ് ഗ്രൗണ്ട്. അപ്പോൾ ഇന്ന് അവിടെ നമ്മളെ ദിബ്ബലസൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കൊരു ചെറിയ റമദാൻ ഗിഫ്റ്റ് ആൻഡ് അവരെല്ലാവരും കൂടി ഒരു ഫുഡ്, അങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ അവർ നോമ്പ് അനുബന്ധിച്ചിട്ട് ഇന്ന് ലാസ്റ്റ് കളി ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻഡ് ഓഫ് പോലെ ആയിവാ, അതുപോലത്തെ ഒരു പരിപാടി. അപ്പോൾ നമ്മളതിൽ ക്ഷണിച്ച് പോലീസുകളുടെ ഗഫൂർക്കാണ് നമ്മളെ ക്ഷണിച്ചത്. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമയോടെ ഞങ്ങൾ ആ ഫുഡും പാർട്ടിയും എല്ലാം കഴിച്ച് സന്തോഷത്തോടെ വന്ന് ഞങ്ങൾക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ, അപ്പൊ ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ആസ്വദിക്കുക. അടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അത് ഫുൾ ആയിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബൈ ഗയ്സ്. അതാണ് നമ്മളെ ദിബ്ബലസന്റെ ടീം. വന്ന പാടെ തന്നെ അവര് പോലീസുകാർ എത്തിയിട്ടില്ല ഫംഗ്ഷന്. അപ്പൊ അവര് ഫുഡ് കഴിക്കല് സ്റ്റാർട്ട് ചെയ്ത് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുക. നല്ല ചിക്കൻ ബിരിയാണി. മറ്റാളിതാ നോട് വേഗോ ചിക്കൻ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വെയിലത്താണെങ്കിലും അവര് ഒത്തൊരുമയോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും. തെപ്പിക്കവിടെ അവിടെ ഉണ്ടല്ലേ സെറ്റ്. ആ ഓക്കെ ഓക്കെ. 2 പ്ലേറ്റ് ഫുഡ് അടിക്കുന്ന മറ്റാള്. എവിടെ പോയാലും ഫുഡാണ് മെയിൻ. ജൂനിയർ കൊണ്ടുപോക്കാം, വണ്ടി കൊണ്ടുപോകും. അത് ക്ലാസ് കൊണ്ട് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങള് ജുനുവിന്റെ വണ്ടിയിൽ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാണ്. മാഷാ അല്ലാഹ്, നല്ല ഫുഡാണ്. അവര് പോകാൻ ചൂടത്തിരിക്കുക, നമ്മളിവിടെ വണ്ടിയിലും. അത് ശരിയല്ല എന്നാ, പക്ഷെ വണ്ടിയിൽ മസാല ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ കഴിക്കണ്. ജൂന നല്ല അടിയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? നൈസല്ലേ? സെറ്റല്ലേ? ഇത് കഴിഞ്ഞിട്ട് പോലീസുകാർ ഇപ്പോൾ വരുന്ന പറയണത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഷൂട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മളെ ഷാർജ പോലീസ് ടീം എത്തി. അപ്പോൾ ഈ റമദാൻ കിറ്റ് എല്ലാവർക്കും കൊടുക്കുക, അതാണ്. അങ്ങനെ റമദാൻ്റെ മുന്നായിട്ട് ഇവിടെ ലാസ്റ്റ് കളി. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ. അപ്പോൾ പോലീസുകാർ എത്തി കറക്റ്റ്. കിറ്റ് അതോ പോണ്. പ്രോഗ്രാം ഭയങ്കര ഗംഭീരമായി കഴിഞ്ഞിരിക്കുകയാണ്. ക്രിക്കറ്റുമായിട്ട് ഇവൾക്കൊരു ബന്ധമില്ലെങ്കിലും ഞങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത്. അതെ, പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് പരിപാടി ഗംഭീരമായി. പോലീസുകാരനും നല്ലൊരു വ്യക്തിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇവരെ ക്ലബിന് ദിബ്ബലസൻ പോലീസിൻ്റെ വക ഒരു ഗിഫ്റ്റ്.
അത്രേ ഉള്ളൂ. അതാണ് ഇന്നത്തെ ഇവിടുത്തെ മെയിൻ പ്രോഗ്രാം. എന്തായാലും കളറായി. നമുക്ക് പറയാനുള്ളത് നമ്മളതിന് ക്ഷണിച്ച ഗഫൂർക്കാക്കും ടീമിനും താങ്ക് യു. നമ്മളിങ്ങനെ പ്രോഗ്രാമിന് നമ്മളോട് ക്ഷണിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായും നമ്മൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ച പക്ഷേ നമ്മൾ ലേറ്റ് ആയില്ല, എത്തി. അപ്പോൾ കൂടുതൽ സന്തോഷം. നല്ല വെയിലുണ്ട്, ചൂടാണ്. അപ്പോൾ അങ്ങനെ പോലീസുകാരെ വകയുള്ള ഗിഫ്റ്റ് ഇവർക്കും കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക്. ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ഇനി പോലീസുകാർ തന്ന നമ്മളെ സ്പെഷ്യൽ ഗിഫ്റ്റ് പൊളിക്കുന്ന പരിപാടിയാണ്. നമ്മളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് അതും വേണം പറയാന്. അപ്പോൾ എനിക്ക് കൗതുകമായി പൊളിക്കാൻ. എന്തോ ഒരു സംഭവം, ഒരു ഫ്ലാസ്കോ ഒരു ബോട്ടിലോ എന്തോ സംഭവമാണ്. എന്താണെങ്കിലും സന്തോഷത്തോടെ നമ്മൾ ചൂടെ ഷാർജ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെന്തോ സംഭവം എഴുതിയിട്ടുണ്ട്. രണ്ടുപേർക്കുണ്ട് ഓരോ ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും ഇത് തന്ന പോലീസുകാർക്കും ഞങ്ങളെ ക്ഷണിച്ച ജസീറ അൽ ഹിസൻ ക്രിക്കറ്റ് ക്ലബിനും വലിയൊരു താങ്ക്സ്. അതെ, ഒരുപാട് താങ്ക്സ്. ഗഫൂർക്ക വിളിച്ചോണ്ടാണ് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഒരുപാട് സന്തോഷം. അപ്പോ ഫ്ലാസ്ക് ആയതുകൊണ്ട് നമുക്ക് വർക്കിന് പോകുമ്പോഴൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ശരിക്കും ഞാൻ ഒരു ചെറിയ ഫ്ലാസ്ക് വാങ്ങണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ചെറിയ പ്രോഗ്രാം നമ്മള് അതിൽ പങ്കെടുത്ത് ഫുഡും കാര്യങ്ങളും അവര് നമുക്ക് തന്നവര് എന്ത് പ്രോഗ്രാമിലും പങ്കെടുക്കുന്നതാണ് നമ്മളെ. അതെ അവര് വിളിക്കുമ്പോ എന്തായാലും പങ്കെടുക്കണം. അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇനിയും അങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ കിട്ടട്ടെ, എനിക്ക് സന്തോഷമാവട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വ്ളോഗ് ആയിട്ട് നമ്മള് കാണാം. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ബൈ.